ഒത്തിരിയേറെ അത്ഭുതങ്ങളുടെ ഭണ്ഡാരമായ ഈ വിശുദ്ധ സ്ഥലത്ത് എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ആദ്യം കൃപാസനം ഞങ്ങൾക്ക് കിട്ടിയത്, എൻ്റെ കയ്യിൽ കിട്ടിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു മരിയൻ റിട്രീറ്റ് സെൻറ്ററിൽ ഞങ്ങൾ വെറുതെ ഒരു സന്ദർശനത്തിന് പോയായിരുന്നു. അപ്പം അവിടുത്തെ ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ 2 യുവാക്കൾ ഈ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്കെങ്ങനെയാണ് തോന്നിയത്, ഇത്രയും വലിയ ഈ മരിയൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുമ്പിൽ വേറൊരു മാതാവിനെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് ഇവരാരാണ്? ഞാൻ ശരിക്കും വേറെ കാത്തലിക് അല്ലാത്ത വേറെ ആരെങ്കിലും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്തായാലും ഞാനത് കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ ബാക്കി പേജ് വായിച്ചു നോക്കി. അപ്പോൾ അവിടെ അച്ഛൻ്റെ പേര് കണ്ടത് VP ജോസഫ് എന്നാണ്. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. കാരണം കത്തോലിക്കരെ സംബന്ധിച്ച് എനിക്ക് ശരിയാണോ എന്നറിയത്തില്ല, നമ്മൾ അച്ഛന്മാരുടെ വീട്ടുപേര് വെച്ചാണ് മിക്കവാറും അച്ഛന്മാരുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് VP ജോസഫ് എന്നുള്ള പേരും കൂടെ കേട്ടപ്പം ഞാനിത് ശരിക്കും ഇതെന്തോ ഭയങ്കര തട്ടിപ്പാണ്. പിന്നെ അതിൽ അന്നത്തെ സാക്ഷ്യങ്ങളൊക്കെ വരുന്നത് കൃപാസനം പത്രം എന്തൊക്കെയോ ചെയ്തിട്ട് അവർ ദേഹത്ത് വെച്ച് കിട്ടി, അങ്ങനെയൊക്കെ ഒത്തിരി രോഗശാന്തികൾ കിട്ടുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് ഭയങ്കര തട്ടിപ്പാണ്, മാതാവിൻ്റെ പേരിൽ എന്തോ പുതിയൊരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് തുണി പിഴിയുന്നത് പോലെ 2 കൈ കൊണ്ടും പിഴിഞ്ഞിട്ട് അത് അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിലിട്ടു. അത് അങ്ങനെ അങ്ങ് നിന്നു. അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണ് ഇട്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾ, ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പം മൂത്ത മോള് രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് 1ാം ക്ലാസ് മുതൽ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്താലും എന്തുമാത്രമൊക്കെ മുൻകരുതലുകൾ എടുത്താലും അവൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളത് കഷ്ടപ്പെട്ടു. രാത്രിയിലും ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാലും ആ സമയത്തും രാത്രിയിലും ഒരു 3-4 പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എനിക്ക് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു, ഡോക്ടർമാർക്ക് ഒരു കാലത്ത് ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ സമയത്താണ് കൊറോണയൊക്കെ വന്നത്. നമുക്ക് വരാനും പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം മുതൽ, നാളെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അത് തലേ ദിവസം വൈകിട്ട് അന്ന് മുതൽ അവൾ കിടക്കയിൽ മൂത്രം ഒഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വന്നു. 7ാം ക്ലാസ്സിലായിരുന്നു. 7ാം ക്ലാസ് വരെയും ഫുൾ ബെഡ് എപ്പോഴും വെറ്റായിരുന്നു. ഒത്തിരിയേറെ ബെഡ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അത്രയും ഒരു വലിയ കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങളെ മാതാവ് ശരിക്കും നമ്മൾ ഉടമ്പടി തൈലം കുരിശ് വരച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഒത്തിരി യൂസ് ചെയ്തു. അപ്പോൾ അതും മാത്രമാണ് ഈ കൃപാസന മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. പിന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്ന, അന്ന് കോവിഡ് ടൈം ആയിരുന്നുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇപ്പം 3 വർഷമായിട്ട് ആ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന പരിപാടിയില്ല. 7ാം ക്ലാസ് വരെയായിരുന്നു. ഇപ്പോൾ അവൾ 10ലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോൾക്ക്, അവർക്ക് 2 വർഷമായിട്ട് ഈ നാക്കിനടിയിൽ ഒരു വലിയ കുമിള, ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ വലിയ കുമിള വരുമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്തോ സലൈവയുടെ ഗ്ലാൻഡ് എന്തോ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ബ്ലോക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അത് അവർ ഇപ്പം ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം പോലും കുടിക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പം ഡോക്ടർ സർജറി പറഞ്ഞിട്ട് അവർ ഇത് പറഞ്ഞ പോലെ പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി പോകാനിരിക്കുകയാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ അവരോട് ഞാൻ ആങ്ങളെയോടൊക്കെ വിളിച്ചു പറഞ്ഞു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകിട്ട് ഇവർ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ മോളുടെ വായിൽ നിന്ന് അത് പൊട്ടി
ഒരു വലിയ നെല്ലിക്കയുടെ അത്രയുള്ള ഒരു കുരുവായിരുന്നു, ഭയങ്കര വേദനയൊക്കെ ആയിട്ട്. അപ്പം അന്ന് അത് പൊട്ടി. ഇപ്പോൾ അത് ഒരു 5 വർഷമായി, ഇതുവരെയും ഒരു കുഴപ്പമില്ല, മിടുക്കിയായിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് അച്ഛൻ എപ്പോഴും പറയുന്നതാണ് മാതാവിൻ്റെ സാന്നിധ്യം. അപ്പം ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദർശനമാണോ സ്വപ്നമാണോ എന്നൊന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങനെ കണ്ടു. ഒരു ആഷ് കളറിട്ട സിസ്റ്റർ എൻ്റെ ബെഡിലിരിക്കുന്നു. ബെഡിൽ പീലാസ സിസ്റ്ററുടെ കയ്യിലൊരു പീലാസയുണ്ട്. മുഖമൊന്നും ഞാൻ കണ്ടില്ല, കൈയും ദേഹവും കണ്ടു. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പീലാസ നിറച്ച് ഓസ്തിയാണ്. അപ്പോൾ ആ ഓസ്തി എൻ്റെ വായിലേക്ക് വെച്ച് തരുമോ. അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഇപ്പോഴും ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, വഴിയിൽ തളർന്നിവർ വീണിടാതെന്നും വചനം പാഥേയമായി നൽകണേ, അങ്ങനെ ഒരു പാട്ട്. ഇപ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥമൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ബൈബിളൊക്കെ വായിക്കാനായിട്ട് നമ്മൾ ഈ ദാഹിച്ചിരിക്കുമ്പം വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ കൊതി തോന്നുമോ അതിലും 100 ഇരട്ടി കൊതിയാണ് ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ അത് തീരാതെ വയ്ക്കും, മിഠായിയൊക്കെ കിട്ടുമ്പോൾ അത് തീരാതെ വയ്ക്കുന്നത് പോലെ ബൈബിൾ ഇങ്ങനെ ഓരോ അധ്യായവും ഓരോ സെൻറ്റൻസും വായിച്ചു പോകുമ്പോൾ അയ്യോ ഇതിപ്പോൾ തീരുമല്ലോ എന്നുള്ള അതായത് എപ്പോഴും വചനം നമുക്ക് കൂടെ ഉള്ളതുപോലെ, മാതാവ് കൂടെയുള്ള ബൈബിൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല്, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് വേറൊന്നുമില്ലെങ്കിലും മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ബോധം നമുക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ അസുഖങ്ങൾക്കും ചെറിയ അസുഖങ്ങളുണ്ട്. പിന്നെ എൻ്റെ വർഷങ്ങളായിട്ട് മൂക്കടഞ്ഞിരിക്കുകയായിരുന്നു, ശ്വാസമൊന്നും വിടത്തില്ലായിരുന്നു. പിന്നെ മൂക്കിൽ ദശ വളരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു. അതും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം മാത്രം തേച്ച് ഇട്ടാണ് അതും കംപ്ലീറ്റ് മാറി. പിന്നെ ഒരു ദിവസം ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു മൂക്കിൽ ദശയൊന്നും വളരുന്നില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഉടമ്പടി തൈലം, വിശുദ്ധ വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ, ഇതെല്ലാമാണ് നമ്മുടെ ആയുധങ്ങൾ എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് നമ്മുടെ എനിക്ക് ഭൗതിക കാര്യങ്ങളെ കഴിഞ്ഞ് കൂടുതലായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. നമുക്ക് ആത്മീയ മേഖലയിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഖ്യം, അത് വിശുദ്ധ കുർബാന കാണുമ്പോഴൊക്കെ പണ്ടൊക്കെ ഒത്തിരി ഉറക്കം വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മാതാവിൻ്റെ നൊവേന ചെല്ലുമ്പോൾ എനിക്ക് അതൊന്ന് തീർന്നാൽ മതിയെന്നായിരുന്നു, ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം വരുമായിരുന്നു മാതാവിൻ്റെ നൊവേന. ഇപ്പോൾ അങ്ങനെയൊക്കെ മാതാവിൻ്റെ നൊവേന, മാതാവിൻ്റെ പാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന്. പിന്നെ വേറൊരു സാക്ഷ്യമുള്ളത്, എൻ്റെ മോൻ 10ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവന് 10ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി മാർക്ക് ഒത്തിരി കുറവായിരുന്നു, എല്ലാം 1 ഡിജിറ്റ് മാർക്കായിരുന്നു എല്ലാം. അപ്പോൾ പഠിക്കാൻ അവന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, ഉഴപ്പിൻ്റെ അങ്ങേയറ്റമായിരുന്നു. അപ്പം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് കുരിശൊക്കെ വരച്ചിട്ടായിരുന്നു എക്സാമിൻ്റെ സമയത്ത് വിടുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു, എക്സാമിൻ്റെ സമയത്തും അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നു. പിന്നെ പഠിക്കാനൊക്കെ ഒരു ഉണർവ് കിട്ടി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥന, ധ്യാനമൊക്കെ അവനും കുറച്ചൊക്കെ കൂടുമായിരുന്നു ഓൺലൈനിൽ. അപ്പം അങ്ങനെ എക്സാമൊക്കെ വരുന്ന സമയത്ത് ഈ മരുന്നുകളൊക്കെ ചെയ്ത് എന്തായാലും അവന് SSLC 93% കൂടി പാസ്സായിട്ട് പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഇപ്പം പഠനത്തിൻ്റെ ഉഴപ്പൊക്കെ ഇച്ചിരി മാറി വരുന്നുണ്ട്. അപ്പം ഇത്രയേറെ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ കൃപാസനം പത്രം, ഞാൻ എൻ്റെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ബസ്സിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ സ്റ്റാൻഡിൽ ഇറങ്ങിക്കൊടുക്കും. പിന്നെ മിക്കവാറും ഞാൻ കൊടുക്കുന്നത് അക്രൈസ്തവർക്ക് തന്നെയാണ്, പറഞ്ഞു കൊടുക്കും. മാതാവിനെക്കുറിച്ച് മാതാവിനെ കേട്ടിട്ടുണ്ടോ, ഈശോയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് വലിയ ഇഷ്ടമാണത്, അവർ വായിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ മുമ്പിൽ അടുത്തൊക്കെ ചില ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ പൈസയായിട്ട്, ചിലപ്പോൾ ഫുഡായിട്ട്, ചിലപ്പോൾ ഡ്രസ്സായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ മുമ്പിൽ വരുന്ന ആരെയും വെറുതെ പറഞ്ഞു വിടാറില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി.
എല്ലാവരുടെയും അറിവിലേക്ക് ഒന്നുകൂടെ പറയാണ്. ഈ പലരും ഇവിടെ വരുന്നത് ഇത് എന്താണെന്നറിയാനുള്ള ഒരു കൃപാസനം എന്താണ്, കൃപാസനം പത്രം എന്താണ്, ഒത്തിരിയേറെ ട്രോളുകൾ നമ്മൾ കൃപാസന പത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ചറവറായി ഇറങ്ങുന്നുണ്ട് ട്രോളുകൾ. പക്ഷേ ഇവിടെ വരുന്നവർക്ക് അതൊരു ഭയങ്കര ആയുധമാക്കി തന്നെ അത് തിരിച്ചു കൊണ്ടുപോകാം. കൃപാസനം പത്രം നമ്മുടെ ഒരു കയ്യിലിരിക്കേണ്ട ഒരു വലിയ ആയുധം തന്നെയാണ്. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി നമ്മളറിയാം നമ്മുടെ ചുറ്റും നടക്കുന്നത് മുഴുവൻ നമുക്ക് മനത്തകർച്ച ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം ഓർക്കുക, യുവജനങ്ങളുടെ കാര്യം ഓർക്കുക, എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഒരു കോൺഫിഡൻസും കിട്ടുന്നില്ല, ഒരു കോൺഫിഡൻസും ഇല്ല, ഒരു രക്ഷയില്ല. പക്ഷേ ഒരേ ഒരു രക്ഷ നമുക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്, മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്, ഈശോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പൊതുജനം ഒരു സോറിയും കൂടെ പറയുകയാണ്. ഞാൻ ആ കൃപാസനം പത്രത്തെ അന്ന് അതുപോലെ ചവിട്ടിക്കൂട്ടി കീറിക്കളഞ്ഞില്ല. കീറുന്നതിന് പകരം വേസ്റ്റ് പാത്രത്തിൽ, അടുക്കളയിലെ ഏറ്റവും മോശമായിട്ടുള്ള വേസ്റ്റ് ഇടുന്നിടത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിന് ഈശോയോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു.